പത്തരമാറ്റിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷം നന്ദു എസ് ഐ ആയി അനന്തപുരി തറവാട്ടിലേക്ക് വരികയാണ്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ടാണ് നന്ദു അനന്തപുരി തറവാട്ടിലേക്ക് വന്നിരിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ ജാനകി നന്ദുവിനോട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇനി ചേച്ചിമാരുടെ എല്ലാ കളത്തരങ്ങൾക്കും അനിയത്തിയും കൂടെയുണ്ടല്ലോ. നിന്റെ ചേച്ചിമാർ അത്ര നിസ്സാരക്കാരികളൊന്നുമല്ല. ദേവേച്ചിയെ കണ്ടില്ലേ? ദേവേച്ചിയെ കൊല്ലാൻ വേണ്ടി പാലിൽ വിഷം കലർത്തി ദേവേച്ചിയെ ഈ അവസ്ഥയിലാക്കി. എന്നിട്ട് അവൾമാർക്ക് സപ്പോർട്ടാണ് ഇവിടെയുള്ള എല്ലാവരും. ജാനകിയുടെ വാക്കുകൾ കേട്ട് നന്ദുവിന് വല്ലാതെ വിഷമമാവുന്നുണ്ട്. എൻ്റെ ചേച്ചിമാരൊന്നും ചെയ്തില്ല, എന്നിട്ട് എൻ്റെ ചേച്ചിമാരെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. വല്യമ്മയെ പാലിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ച ആളെ കണ്ടെത്തിയേ മതിയാവും. അത് ഞാൻ എന്തായാലും കണ്ടെത്തൂ എന്ന് ഉറച്ച തീരുമാനമെടുക്കുകയാണ് നന്ദു. അങ്ങനെ നന്ദു അതിനുള്ള അന്വേഷണം തുടങ്ങുന്നുണ്ട്. നന്ദു ഏറ്റവും കൂടുതൽ സംശയിക്കുന്നത് അനാമികയുടെ വീട്ടുകാരെയുമാണ്. അത് കഴിഞ്ഞ് അഭിയെയും ജലജയുമാണ് നന്ദു രണ്ടാമതായി സംശയിക്കുന്നത്. അനാമികയുടെ കുടുംബത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, എന്തൊക്കെയോ കള്ളത്തരങ്ങളും അവളുടെ വീട്ടുകാരെ മറച്ചു വെക്കുന്നുണ്ട്. അതെന്തായാലും കണ്ടെത്തണം. അവളുടെ എല്ലാ കള്ളത്തരങ്ങളും തെളിവ് സഹിതം എല്ലാവരുടെ മുന്നിൽ എത്തിക്കണം. എന്നാൽ മാത്രമേ എൻ്റെ ചേച്ചിമാർക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഒടുവിൽ നന്ദു എല്ലാ സത്യങ്ങളും കണ്ടെത്തുകയാണ്. അനാമികയുടെ വീട്ടുകാരുടെ ഓരോ കള്ളത്തരങ്ങളും പുറത്തു വരുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുകയാണ് അനാമിക. അനിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയല്ലോ എന്ന് ഓർക്കുമ്പോൾ അനാമികയ്ക്ക് വല്ലാതെ വിഷമമാവുന്നുണ്ട്. എന്തായാലും ഇക്കാര്യം ഉടനെ തന്നെ അനിയെ അറിയിക്കണം. അനന്തപുരി മൊത്തം നശിപ്പിക്കാൻ വന്ന ഒരു ദുഷ്ടശക്തിയാണ് അനാമിക എന്ന യാഥാർത്ഥ്യം നന്ദു മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നന്ദു അനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അനിയുടെ തൊട്ടടുത്തായിട്ട് അനാമിക ഉണ്ടായത് കൊണ്ട് തന്നെ അനി ഫോൺ എടുക്കുന്നില്ല. ഇപ്പോൾ അനാമികയുടെ ഫോൺ അറ്റൻഡ് ചെയ്താൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കും. പുറത്തു പോയതിനു ശേഷം നന്ദുവിനെ തിരികെ വിളിക്കാം എന്നൊക്കെ അനി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അനി പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നന്ദുവിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. അങ്ങനെ ഫോൺ എടുക്കുന്ന നന്ദുവിനോട് അനി ചോദിക്കുന്നുണ്ട്, എന്താ നന്ദന മേഡം, എന്താണ് പതിവില്ലാതെ വിളിച്ചത്? അനി, നീ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ നന്ദന മേഡം എന്നൊക്കെ വിളിക്കുന്നത്? അത് കേൾക്കുമ്പോൾ അനി പറയുന്നുണ്ട്, നീ ഇപ്പോൾ എസ് ഐ നന്ദു ആണല്ലോ, അതുകൊണ്ടാണ് നന്ദന മേഡം എന്നൊക്കെ വിളിച്ചത്. അനി എന്നെ മേഡം ഒന്നും വിളിക്കേണ്ട, നന്ദു എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു അനിയോട്. നന്ദു, നീ എന്താണ് പതിവില്ലാതെ വിളിച്ചത്? അനി, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്, നീ വിഷമിക്കരുത്. എന്താ നന്ദു, എന്താണ് കാര്യം? അനി, ഞാൻ അനാമികയുടെ വീട്ടുകാരെയും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു. അവരെങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് പണക്കാരായത് നിനക്കറിയുമോ? എനിക്കറിയില്ല നന്ദു, അവർ വലിയ പണക്കാരാണെന്നാണ് അവർ തന്നെ പറയുന്നത്. എനിക്ക് പണത്തിനോടും സമ്പത്തിനോടൊന്നും താല്പര്യമില്ലാന്ന് നിനക്കറിയാമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അതേക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നന്ദുവിനോട് അനി. എന്നാൽ അങ്ങനെയല്ല അനി, ഞാൻ അവരെക്കുറിച്ചെല്ലാം അന്വേഷിച്ചു. ദേവ്യാനി വല്യമ്മയ്ക്ക് വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചത് എൻ്റെ ചേച്ചിമാരാണെന്നാണ് അവിടെ പലരും പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അനാമികയുടെ വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചത്. പക്ഷേ എൻ്റെ സംശയം തെറ്റിയില്ല. എല്ലാം തെളിവ് സഹിതമാണ് ഞാൻ കണ്ടെത്തിയത്. അതുകൊണ്ട് നീയാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഞാൻ ഈ കേസുമായി മുന്നോട്ട് പോകണോ അതോ ഇവിടെ അവസാനിപ്പിക്കണോ എന്ന കാര്യം നീയാണ് തീരുമാനിക്കേണ്ടത് അനി എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. നന്ദു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്നൊക്കെ അനി ചോദിക്കുന്നുണ്ട്. അനി, ഇക്കാര്യം നിന്നോട് പറയുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ പറയാതിരിക്കാനും വയ്യ. എന്തെങ്കിലും കാലത്ത് നീ എന്തായാലും സത്യങ്ങൾ അറിയും. അപ്പോൾ നീ എന്നെ കുറ്റപ്പെടുത്തും. അനി, അനാമികയുടെ വീട്ടുകാരും നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. തട്ടിപ്പും വെട്ടിപ്പുമായി മാത്രം നടക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരുത്തി എങ്ങനെയാണ് അനന്തപുരിയിലേക്ക് എത്തിയതെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അന്നേരം അനി നന്ദുവിനോട് പറയുന്നുണ്ട്, എന്താ നന്ദു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അനി, എനിക്ക് അവരെക്കുറിച്ച് എല്ലാ തെളിവുകളും കിട്ടി. ഞാൻ അവരെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിഞ്ഞു. എനിക്ക് ആദ്യം തന്നെ അവളെ നല്ല സംശയമുണ്ടായിരുന്നു. ഞാനും നീയും തമ്മിലുള്ള ബന്ധം തുടരാൻ കാരണക്കാരി അവളായിരുന്നല്ലോ. അപ്പോൾ തന്നെ എനിക്ക് അവളെ സംശയമുണ്ടായിരുന്നു. പിന്നീട് അവളുടെ ഓരോ നീക്കവും എനിക്ക് നല്ല സംശയമുണ്ടായിരുന്നു. അന്നേരം അനി പറയുന്നുണ്ട്, ശരിയാണ് നന്ദു, എനിക്ക് അവളെ ആദ്യം മുതൽ തന്നെ നല്ല സംശയമുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല ആദർശേട്ടനും ഞാനിയെടുത്തേക്കുമല്ല അവളെക്കുറിച്ച് നല്ല സംശയമുണ്ടായിരുന്നു, അവളുടെ വീട്ടുകാരെക്കുറിച്ചും. പക്ഷെ വ്യക്തമായിട്ട് ഞങ്ങൾക്കൊരു തെളിവുകളും കിട്ടിയില്ല. അതുകൊണ്ടാണ് പിന്നെ അതേക്കുറിച്ചൊന്നും അന്വേഷിക്കാതിരുന്നത് എന്നൊക്കെ അനി നന്ദുവിനോട് പറയുന്നുണ്ട്. എനിക്ക് കിട്ടിയ പ്രധാന തെളിവ് എന്നത് അനാമികയുടെ അച്ഛൻ വേണുവിൻ്റെ ഒരു കേസ് ഫയൽ എൻ്റെ ടേബിളിൻ്റെ മുന്നിൽ വന്നതാണ്. ആ ഫയൽ ഇപ്പോഴും എൻ്റെ ടേബിളിൻ്റെ മുന്നിലുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചു, വ്യക്തമായി തന്നെ അന്വേഷിച്ചു. അങ്ങനെ എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. അന്നേരമാണ് ഞാൻ മനസ്സിലാക്കിയത് അവർ തട്ടിപ്പ് വെട്ടിപ്പുമായി എല്ലാവരും പറ്റിക്കുന്ന ആളുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്രോഡുകൾ, എല്ലാവരുടെയും വിശ്വാസവഞ്ചന ചെയ്യുന്നവർ. എന്തുകൊണ്ടാണ് അവർ അനന്തപുരി തറവാട്ടിലേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ ആ കേസ് ഫയൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പണം തന്നെയാണ് അവരുടെ ഉദ്ദേശം. അത് കിട്ടിക്കഴിഞ്ഞാൽ അവരങ്ങ് പോകും. കാരണം ഇതിന് മുൻപ് അവർ ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. ഇതുപോലെ ഒരുപാട് ആളുകളെ അവർ പറ്റിച്ചു കഴിഞ്ഞു. അങ്ങനെ പലതും പറഞ്ഞ് അവർ വലയിൽ വീഴ്ത്തും.
പിന്നീട് അവരുടെ കയ്യിൽ നിന്ന് സ്വത്തും പണവും കൈക്കലാക്കിയതിനു ശേഷം അവർ അവിടെ നിന്ന് മുങ്ങും. ഇത് തന്നെയാണ് അവരുടെ സ്ഥിരം പരിപാടി. ഇതൊക്കെ കേൾക്കുമ്പോൾ അനി പറയുന്നുണ്ട്, എന്താ നന്ദു ഈ പറയുന്നത്? ഞാൻ കേൾക്കുന്നതൊക്കെ സത്യമാണോ? ഇങ്ങനെയൊക്കെ പറ്റിച്ച് നടന്നാലും ഇത്രയും ആർഭാടം കാണിക്കാൻ അവർക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം കിട്ടുന്നത്? അതുതന്നെയാണ് അനി ഞാനും പറയുന്നത്. ഒരുപാട് ആളുകളെ പറ്റിച്ച് അവർ ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പണം വെച്ചാണ് അവർ ഇങ്ങനെ ആർഭാടം കാട്ടുന്നത്. അങ്ങനെ ആർഭാടം കാണിക്കുന്നതിന് ഇരട്ടിയായി തന്നെ അവർ ആളുകളെ പറ്റിക്കുകയും ചെയ്യും. ഇതൊക്കെ ആ കേസ് ഫയലിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ അനിയാണെങ്കിൽ ആകെ ഞെട്ടുന്നുണ്ട്. അനി, നിനക്കൊരു കാര്യം അറിയുമോ? അവർ നിൽക്കുന്ന വീട് പോലും അവരുടെ സ്വന്തമല്ല. അവരുടെ അടുത്ത ലക്ഷ്യം അനന്തപുരി തറവാടാണ്. അനന്തപുരിയിൽ നിന്ന് ഒരുപാട് സ്വത്തും പണവും അടിച്ചു മാറ്റിയതിനു ശേഷം അവർ മുങ്ങും. അങ്ങനെ വേറെ നാട്ടിൽ പോകും. അതിനുശേഷം അവരെ ഇതുപോലെ പറ്റിക്കും. അവിടെ അവർ മറ്റൊരു പേരിലായിരിക്കും അറിയപ്പെടുക. പിന്നെ അവരെ മഷിയിട്ട് നോക്കിയാൽ പോലും കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീയാണ് തീരുമാനിക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന്. അത് കേൾക്കുമ്പോൾ അനി പറയുന്നുണ്ട്, നന്ദു, നീ പറയുന്നതൊക്കെ സത്യമാണോ? അവളുടെ നടപ്പും ഭാവവും സംസാരവും കേട്ടാൽ ഇത്രയും തട്ടിപ്പ് ഉള്ളിൽ വെച്ച് നടക്കുന്ന ആളാണെന്ന് തോന്നില്ല. എനിക്കെന്ന് പറഞ്ഞൊരു കാർ അവർ വാങ്ങി തന്നിരുന്നു. അത്യാവശ്യം നല്ല പൈസ മുടക്കുള്ള സ്ഥലമാണ്. സിറ്റിക്ക് അടുത്തുള്ള സ്ഥലമല്ലേ? എന്തായാലും നല്ല പൈസ മുടക്കുള്ള സ്ഥലമാണ്. ഇതിനുള്ള ക്യാഷൊക്കെ അവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പോൾ നന്ദു പറയുകയാണ്, അനി, അതിനെക്കുറിച്ചെല്ലാം ഞാൻ അന്വേഷിച്ചിരുന്നു. ആ കാറിൻ്റെ യഥാർത്ഥ ഉടമയെ ഞാൻ കണ്ടുപിടിച്ചിരുന്നു. ആ കാർ വേണുവിന് അയാൾ വാടകയ്ക്ക് കൊടുത്തതായിരുന്നു. മാത്രമല്ല, നിന്റെ ആ സ്ഥലത്തിൻ്റെ കാര്യം, ആ സ്ഥലം വാങ്ങിച്ചതൊരു അച്ചായനാണ്. അയാൾ അത് ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിയ സ്ഥലമാണ്. ഈ വേണു ആ അച്ചായൻ്റെ പരിചയക്കാരനാണ്. ആ സ്ഥലം നിനക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വെറുതെ പറ്റിച്ചതാണ്. നീ അതെല്ലാം വിശ്വസിച്ചു എന്നാണ് അവർ കരുതുന്നത്. എന്തായാലും ആ വിശ്വാസത്തിൽ അവർ മുന്നോട്ട് പോകട്ടെ. എനിക്ക് അവളെക്കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. കുറച്ച് തെളിവുകൾ കൂടി കിട്ടാനുണ്ട്. ആ തെളിവുകളുമായിട്ട് ഞാൻ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. അത് കേട്ട് അനി പറയുന്നുണ്ട്, അപ്പോൾ അനാമിക തന്നെയായിരിക്കും വല്യമ്മ അനാമികയ്ക്ക് കൊടുത്ത സ്വർണം നിങ്ങളാണ് മുക്കിയതെന്ന് പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അവളാണ് ആ സ്വർണം അടിച്ചു മാറ്റിയതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പിന്നെ ഒരു തെളിവുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതേക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അന്വേഷിക്കാതിരുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചും കൂടി നീ അന്വേഷിക്കണം നന്ദു എന്നൊക്കെ അനി പറയുമ്പോൾ, അതെല്ലാം ഞാൻ അന്വേഷിക്കുന്നുണ്ട് അനി. അതും കൂടി അന്വേഷിക്കാനാണ് കുറച്ചും കൂടി ടൈം വേണമെന്ന് ഞാൻ പറഞ്ഞത്. അതുമാത്രമല്ല, അവൾ എൻ്റെ ചേച്ചിമാരെ കൊടുക്കാൻ വേണ്ടി വല്യമ്മയ്ക്ക് വിഷം കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ വല്യമ്മയായിരുന്നില്ല വിഷം കുടിക്കുക, എൻ്റെ നവ്യേടത്തിയായിരുന്നു. നവ്യേടത്തിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അന്ന് അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും കള്ളത്തരം എനിക്ക് എല്ലാവരുടെ മുന്നിൽ വിളിച്ച് പറയണം. അങ്ങനെ നന്ദു പറയുന്നത് കേട്ട് അനി നന്ദുവിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. നന്ദു, നീ നിൻ്റെ തീരുമാനമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഞാനൊരു തടസ്സവും പറയില്ല. കാരണം എൻ്റെ വീട്ടുകാരെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. പാവം എൻ്റെ അമ്മ. ഇതറിയുമ്പോൾ വലിയ വിഷമമായിരിക്കും. എങ്കിലും സാരമില്ല നന്ദു, നീ നിൻ്റെ തീരുമാനമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. എൻ്റെ എല്ലാ സപ്പോർട്ടും നിനക്കുണ്ടാവും എന്നൊക്കെ പറയുകയാണ് അനി. അങ്ങനെ നന്ദു അനിയോട് പറയുന്നുണ്ട്, അനി, നിനക്ക് വിഷമമായോ? എന്ത് വിഷമം നന്ദു? എനിക്കിപ്പോഴാണ് സമാധാനമായത്. എന്നിട്ട് അനി നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു, എൻ്റെ വിവാഹ ജീവിതം വളരെ പരാജയമാണ്. എനിക്ക് ഈ ബന്ധത്തിൽ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഞാൻ ഒരിക്കലും അവളെ സ്നേഹിച്ചിരുന്നില്ല. ആ കാര്യം നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ? എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ? പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അന്നേരം നന്ദു പറയുന്നുണ്ട്, എനിക്കെല്ലാം അറിയാനി, നീ അതോർത്തൊന്നും വിഷമിക്കേണ്ട. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് മാത്രം നീ ചിന്തിച്ചാൽ മതി. വേറെ ഒന്നും ഓർത്ത് നീ ടെൻഷൻ ആകേണ്ട എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. ഇനി ഒരു കാര്യം, നീ ഇതേക്കുറിച്ച് അനാമികയുടെ വീട്ടുകാരോടോ സംസാരിക്കാൻ നിൽക്കരുത്. എല്ലാ തെളിവുകളും കിട്ടുന്നത് വരെ നീ വെയിറ്റ് ചെയ്യണം. അതുവരെ മുത്തശ്ശനോടല്ലാതെ ഇക്കാര്യം ആരോടും പറയരുത് എന്നൊക്കെ നന്ദു അനിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അന്നേരം അനി പറയുന്നുണ്ട്, നന്ദു, ആ കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ട. നീ എല്ലാ തെളിവുകളുമായിട്ട് അനന്തപുരിയിലേക്ക് വാ. അതുവരെ ഞാൻ കാത്തിരിക്കാം. പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി ഒരു സാരി എടുത്ത് ജാനകിയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, ജാനകി, ഈ സാരി എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ഈ സാരിയുടെ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത് ഗോൾഡ് കൊണ്ടാണ്. എനിക്ക് ഈ സാരി ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജാനകി, ഇത് വളരെ മനോഹരമായ സാരിയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സാരി എനിക്ക് നയനമോൾ സമ്മാനമായിട്ട് തന്നതാണ് എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ ജാനകിക്ക് അത് കേട്ട് ഒട്ടും ഇഷ്ടമായില്ല. നയന വാങ്ങിയതാണെന്ന് അറിഞ്ഞപ്പോൾ ജാനകി വേഗം മാറ്റി പറയുന്നുണ്ട്, ഏട്ടത്തി, ഈ സാരി കാണാൻ അത്രയൊന്നും ഭംഗിയില്ല. അല്ല, ഈ സാരിയുടെ വില എത്രയാണ് ഏട്ടത്തി എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സാരിക്ക് ഏകദേശം 3 ലക്ഷത്തോളം വിലയുണ്ട്. 3 ലക്ഷമോ? അനന്തപുരിക്ക് 3 ലക്ഷം എന്ന് പറഞ്ഞാൽ 3 രൂപയുടെ വിലയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ അവൾമാരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. മാത്രമല്ല, അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുമ്പോൾ എന്തുമാത്രം വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ് വാങ്ങിക്കൊണ്ടുവരുന്നത്. എന്നും ഇപ്പോഴും അവൾക്ക് ഓരോ സമ്മാനങ്ങളാണ് കൊണ്ടുവരുന്നത്. ഡയമണ്ടും ഗോൾഡും എല്ലാമാണ്. ഇവൾമാരുടെ അച്ഛനും അമ്മയും വരുമ്പോൾ എന്താണ് ഇവിടേക്ക് കൊണ്ടുവരാറുള്ളത്? കുറച്ച് പഴങ്ങളും കുറച്ച് ആപ്പിളും മുന്തിരിയൊക്കെ. അല്ലാതെ ഇവൾമാരുടെ വീട്ടുകാർ എന്തെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ?
അതൊക്കെ പോട്ടെ, ഏട്ടത്തിക്ക് നീ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ജാനകി. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് ആവശ്യമില്ല. എൻ്റെ നയനമോൾ ഈ കുടുംബത്തിലെ നല്ലൊരു മരുമകളാണ്. മാത്രമല്ല മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ടി എൻ്റെ മരുമകളുടെ സംഭാവന ചെറുതൊന്നുമല്ല. ഒരു സാരി കണ്ടപ്പോഴേക്കും ഏട്ടത്തി അവളുടെ ആരാധികയായോ എന്ന് ജാനകി ചോദിക്കുന്നുണ്ട്. ഞാൻ ആരുടെ ആരാധികയായിട്ടൊന്നുമല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ് എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനാമികയുടെ അച്ഛനും അമ്മയും ജാനകിയും ദേവയാനിയും സംസാരിക്കുന്നത് ഇടയ്ക്ക് വരുന്നതാണ്. അങ്ങനെ രേവതി ജാനകിയോട് പറയുന്നുണ്ട്, അനാമിക മോളില്ലേ, ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് മോൾക്ക് കുറച്ച് സമ്മാനങ്ങളുമായിട്ടാണ്. മാത്രമല്ല മോളുടെ അമ്മയ്ക്കുമുണ്ട് സമ്മാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയുടെ കയ്യിലേക്ക് ഒരു കവർ വെച്ച് കൊടുക്കുകയാണ് രേവതി. അങ്ങനെ അനാമിക അങ്ങോട്ട് വന്നപ്പോൾ അനാമികയുടെ കയ്യിലേക്ക് ഒരു കവർ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അനാമിക കവർ തുറന്നു നോക്കിയപ്പോൾ അതിലൊരു സാരിയായിരുന്നു. ആ സാരി വലിയ വിലയുടെ സാരിയാണ്. അങ്ങനെ അവർ ആ സാരിയെക്കുറിച്ച് ഇങ്ങനെ പൊങ്ങച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജാനകി ദേവയാനിക്ക് നയന കൊടുത്ത സാരിയെക്കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അന്നേരം അനാമിക ചോദിക്കുന്നുണ്ട്, വല്യമ്മയ്ക്ക് എന്താ അമ്മ സാരി വാങ്ങിക്കാതിരുന്നത്? അന്നേരം രേവതി പറയുന്നുണ്ട്, ദേവയാനി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട സാരിയൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഇനി അവിടെയുള്ള കളറൊക്കെ ചേച്ചിക്ക് ഉള്ളതാണ്, അതുകൊണ്ട് വാങ്ങിയില്ല. ഒരു വെറൈറ്റി കളർ കാണാത്തത് കൊണ്ടാണ് ഞാൻ വാങ്ങിക്കാതിരുന്നത്. ഞങ്ങൾ കോയമ്പത്തൂരിൽ പോകുന്നുണ്ട്, വരുമ്പോൾ ദേവിയടുത്തേക്ക് നല്ല സാരി വാങ്ങിക്കൊണ്ടുവരാം എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. എനിക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന സാരി ഒന്നും വേണ്ട രേവതി, എനിക്ക് നയന വാങ്ങി തന്ന സാരി വളരെ ഇഷ്ടമായി എന്ന് നയന വാങ്ങി തന്ന സാരി ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവയാനി പറയുന്നുണ്ട്. അല്ല, നിങ്ങൾ എന്താണ് കോയമ്പത്തൂരിൽ പോകുന്നത് എന്നൊക്കെ ജാനകി ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പോകുന്നത് ജാനകി, എന്നാൽ കുറച്ച് ദിവസം നിങ്ങൾ ഇവിടെ നിൽക്കണം, ഇവിടെ നിന്ന് കോയമ്പത്തൂരിൽ പോയാൽ മതി എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അങ്ങനെ ജാനകി അവരെ നിർബന്ധിച്ച് അനന്തപുരി നിർത്തുന്നുണ്ട്. അങ്ങനെ രേവതിയും വേണുവും അവിടെ നിൽക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം കാണിക്കുന്നത് നന്ദു അനന്തപുരിയിലേക്ക് വരുന്നതാണ്. അനന്തപുരിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നന്ദു മുത്തശ്ശനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്ദുവിനെ കാണുമ്പോൾ ജാനകിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വേണു നന്ദുവിനെ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട്, എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദു എന്ന് പറയുന്നവൾ ഇങ്ങോട്ട് വരുന്നത്. ഇതൊന്നും ജാനകിക്ക് നിർത്താനായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് വേണു. നന്ദു അടുത്തെത്തിയതും ജാനകി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, നന്ദു നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിനക്ക് എന്താണ് ഇവിടെ കാര്യം? ഞാൻ ഇവിടേക്ക് വന്നത് എൻ്റെ ചേച്ചിമാരുടെ അനിയത്തിയായിട്ടല്ല. അത് കേട്ട് ജാനകി പറയുന്നുണ്ട്, ഇപ്പോൾ ഇവൾ ആരാ? വലിയ കേസ് തെളിയിക്കുന്ന പോലീസല്ലേ, അതുകൊണ്ട് ഇവൾ ഇപ്പോൾ കേസ് അന്വേഷണമായിട്ട് വന്നതായിരിക്കും എന്നൊക്കെ കളിയാക്കി പറയുന്നുണ്ട് ജാനകി. അതെ ആൻറ്റി, ഞാൻ കേസിൻ്റെ കാര്യമായിട്ട് തന്നെ വന്നതാണ്, എനിക്ക് കുറച്ച് കള്ളന്മാരെ ഇവിടെ നിന്ന് പിടിക്കാനുണ്ട് എന്നൊക്കെ പറയുകയാണ് നന്ദു. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, കള്ളന്മാരോ? അതും അനന്തപുരി തറവാട്ടിലോ? എനിക്ക് ആരാണ് ഇവിടുത്തെ കള്ളന്മാരായിട്ട് തോന്നിയത് എന്നൊക്കെ ചോദിക്കുകയാണ് ജാനകി. അപ്പോൾ നിൻ്റെ ചേച്ചിമാരായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ കളിയാക്കുന്നുണ്ട് ജാനകി. പക്ഷെ വേണുവിനാണെങ്കിൽ നന്ദുവിനെ കണ്ടപ്പോൾ വല്ലാത്ത ടെൻഷനും പേടിയും തോന്നുന്നുണ്ട്. ആ സമയം അങ്ങോട്ട് അനാമികയും വരുന്നുണ്ട്. അനാമികയ്ക്ക് നന്ദുവിനെ കാണുമ്പോൾ വല്ലാതെ ദേഷ്യം വരികയാണ്. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ചേച്ചിമാരെ കാണാൻ വന്നതല്ല, ഒരു കേസിൻ്റെ കാര്യത്തിന് വന്നതാണ്. ഞാൻ മൂർത്തി സാറിനോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, ആദ്യം അദ്ദേഹത്തെ വിളിക്കൂ എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുകയാണ്, മോളെ നീ വന്നോ, ഞാൻ നിൻ്റെ സംസാരം കേട്ടിട്ട് വരികയാണ്, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, എന്തായാലും എല്ലാവരോടും കാര്യങ്ങൾ നീ തന്നെ പറഞ്ഞേക്ക് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, നന്ദു നീ ഒന്ന് വെയിറ്റ് ചെയ്യേ, ആദർശമോനും നയനമോൾ ഇപ്പോൾ ഇങ്ങോട്ട് വരും, എല്ലാവരും വരുന്നത് വരെ നീ ഒന്ന് കാത്തിരിക്കണം, എല്ലാവരും വന്നതിന് ശേഷം മാത്രം ഈ കാര്യം പറഞ്ഞാൽ മതി എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്. നയനയും ആദർശും അഭിയും നവ്യയും ദേവയാനിയും ജലജയും എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നീട് മുത്തശ്ശൻ വിളിച്ചത് പ്രകാരം ജയനും അജയനും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നന്ദു ആദർശിനൊരു ഫയൽ കൊടുക്കുകയാണ്. ഈ ഫയലിനകത്തുണ്ട് ഈ വീട് കയറി കൂടിയ കള്ളന്മാരുടെ എല്ലാ ഡീറ്റെയിൽസും. ആദർശയുടെ ഈ ഫയൽ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ആ ഫയൽ ആദർശിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആ ഫയൽ വായിച്ചതും ആദർശാണെങ്കിൽ ആകെ നെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നന്ദു അനി നേരത്തെ തന്നെ എന്നോട് ഈ കാര്യമെല്ലാം പറഞ്ഞിരുന്നു, ഇത്രയും വലിയ കള്ളന്മാരാണ് ഇവിടെ കയറി കൂടിയതെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ വേണു എന്ന് മുത്തശ്ശൻ വേണുവിനോട് ചോദിക്കുമ്പോൾ വേണു ആണെങ്കിൽ ആകെ നെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, അച്ഛനൊന്ന് തെളിയിച്ച് പറയുമോ, എന്താണ് കാര്യം? അപ്പോൾ മുത്തശ്ശൻ ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി ഈ കാര്യം കേൾക്കുമ്പോൾ നീ വിഷമിക്കരുത്, അനി നന്ദു എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചിരിക്കുന്നു. അനാമികയുടെ വീട്ടുകാരും പക്ക ഫ്രോഡുകളാണ്. ഇവർ അനന്തപുരിയിലേക്ക് വന്നത് തന്നെ നമ്മുടെ സ്വത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടുപോകാനാണ്, അല്ലാതെ അനിയോടോ നിന്നോടോ സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും ജാനകിയോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനി, നന്ദു, മുത്തശ്ശനും. ഇതെല്ലാം കേൾക്കുമ്പോൾ ജാനകിയാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുകയാണ്. എന്നാൽ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് അത്ര ഷോക്കായിട്ടൊന്നും തോന്നിയില്ല, കാരണം എല്ലാവരും ഇത് പ്രതീക്ഷിച്ചിരുന്ന സംഭവമായിരുന്നു. അനാമിയെക്കുറിച്ച് ഏറെക്കുറെ എല്ലാവരും അറിഞ്ഞിരുന്നു.
അങ്ങനെ അവിടെ വെച്ച് നന്ദു അനാമികയും വേണുവിനെയും രേവതിയെയും കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് അന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. തുടർന്നുള്ള എപ്പിസോഡുകൾ ഭയങ്കര ട്വിസ്റ്റുകളായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. മാത്രമല്ല പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ നന്ദുവും അനിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നുണ്ട്.